നമസ്കാരം. 2025 ജൂലൈ മാസം 10 തീയതി വ്യാഴാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്രഫലം കേൾക്കുവാൻ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരുടെ കാര്യമാണ് പറയുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ഏകനന്മയ്ക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സ്ത്രീകൾ മുഖേനയും ദാമ്പത്യ ജീവിത വിജയം കൊണ്ടുമൊക്കെ കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി മെച്ചപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ചെറിയ രീതിയിൽ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ്. ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നൊരു ദിവസമാണ്. മക്കളുടെ സ്ഥിതി പുത്രദുഃഖമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. രോഗം, കടം, ശത്രുതയാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സ്ഥിതി അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ബന്ധുക്കൾ മുഖേന ശത്രുതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യമായ അനുഭവങ്ങൾ തുണയ്ക്കുന്നൊരു ദിവസമാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് കാര്യവിജയം ഏറെക്കുറെ നേടാവുന്നൊരു ദിവസമാണ്. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ നഷ്ടസാധ്യതകളാണ് കൂടുതൽ വന്നു ചേരുവാനും സാധ്യത എന്നുള്ളത് അറിഞ്ഞു ജീവിക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ഏകനന്മയ്ക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ആൺമക്കൾ മുഖേന ധനം വന്നു ചേരാൻ, ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തന വിജയം കൊണ്ട് ധനം വന്നു ചേരാൻ, ഗവൺമെൻറ് മുഖേന ധനം വന്നു ചേരാൻ, ലാഭകരമായ അനുഭവങ്ങളിൽ കൂടി ധനം വന്നു ചേരുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ട്. എന്നാൽ ചിലർക്കൊക്കെ തടസ്സപ്പെട്ടു പോകാം. ദാമ്പത്യ ജീവിതം തൃപ്തികരമാകണമെന്നില്ല. മക്കളുടെ സ്ഥിതി മെച്ചപ്പെടണമെന്നില്ല. രോഗം, ശത്രുത, കടബാധ്യതയാൽ ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. മാതാപിതാക്കളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. എങ്കിലും ഭാഗ്യം തുണയ്ക്കുന്നൊരു ദിവസമാണ്. കാര്യവിജയം ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ വലിയൊരു കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമല്ല. എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാനും സാധ്യതയുള്ള ദിവസമാണ്. അതായത് മക്കൾ മുഖേനയും ഗവൺമെൻറ് മുഖേനയും ബുദ്ധിപരമായ പ്രവർത്തന വിജയം കൊണ്ടുമൊക്കെ ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർത മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ഏകനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നൊരു സാഹചര്യമാണ്. പെൺമക്കൾ മുഖേന വീട്, വസ്തു, വാഹനം, ഭൂമി വഴിയുള്ള ധനവരവ് ഇവർക്ക് പ്രതീക്ഷിക്കാം. ശാസ്ത്ര മേഖലയിൽ കൂടി ധനവരവ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് അവർ ഗണിത ശാസ്ത്ര മേഖലകളിലൊക്കെ ഉള്ളവരാണെങ്കിലും ബന്ധുക്കൾ മുഖേനയൊക്കെ അവർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. പെൺമക്കൾ മുഖേന അവർക്ക് ശത്രുതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ചെറിയ നേട്ടമൊക്കെ പെൺമക്കൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പെൺമക്കൾക്ക് ശത്രുത വന്നു ചേരാനും അതുപോലെ തന്നെ പെൺമക്കൾക്ക് ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ളൊരു സാഹചര്യമാണ് നിലവിൽ വ്യാഴാഴ്ച ദിവസമുള്ളത്. രോഗം, ശത്രുത, കടബാധ്യതകളൊന്നും ഭാരപ്പെടുന്ന സാഹചര്യം അവർക്കില്ല. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് പ്രതികൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് ധനം വന്നു ചേരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭാഗ്യം അവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കത്തില്ല. ഭാഗ്യക്കേടുകളൊക്കെ സംഭവിക്കാം. കാര്യവിജയം സമ്മിശ്രമായ വിധത്തിൽ പോകുന്നൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും വിജയം ഉണ്ടാകണമെന്നില്ല. എങ്കിലും ലാഭകരമായ അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറിൽപ്പെട്ട പുണർതങ്കാല, പൂയം, ആയില്യം നാളുകാരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ഏകതന്മയൊന്നും അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി മെച്ചമല്ല. തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചമൊന്നും അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നൊരു സാഹചര്യമില്ല. ദാമ്പത്യ ജീവിതം തൃപ്തികരമായ അനുഭവത്തിൽ കൂടി പോകുന്ന ഒരു സാഹചര്യമല്ല. മക്കളുടെ സ്ഥിതി മെച്ചമല്ല. രോഗം, കടം, ശത്രുതയാൽ ഭാരപ്പെടുവാൻ ഈ ജാതകർക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ ബന്ധുക്കൾ ശത്രുക്കളാകുവാൻ സാധ്യതയുണ്ട്. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതാണ്. പക്ഷേങ്കിൽ ഭാഗ്യഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യക്കേടുകളാണ് കൂടുതലായിട്ടും വന്നു ചേരുക. കാര്യവിജയം പ്രതീക്ഷയ്ക്കൊത്ത് നടക്കത്തില്ല. നഷ്ടസാധ്യതകളാണ് കർക്കിടകക്കുറുകാർക്ക് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം കാൽ നാളുകാരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ഏകനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് അത്ര മെച്ചമല്ല. സാമ്പത്തികമായി ധനത്തിന് ബുദ്ധിമുട്ടും ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാമെങ്കിലും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. 7-ൽ രാഹു നിൽക്കുന്നു. രാഹു, കേതു ദോഷപരിഹാര പൂജ ചെയ്യുക. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർ രാഹു, കേതു ദോഷപരിഹാര പൂജ ചെയ്യുക. മക്കളുടെ സ്ഥിതി മെച്ചമാണ്. മക്കളെ കൊണ്ടുള്ള കാര്യവിജയമൊക്കെ അനുകൂലമായി നിൽക്കുന്നു. രോഗം, ശത്രുത, കടബാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാതാപിതാക്കളുടെ സ്ഥിതി മെച്ചമായൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഭാഗ്യവും ഭാഗ്യക്കേടുകളൊക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണല്ലോ. അപ്പോൾ ഇവർക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ ഈ ജാതകർക്ക് ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
അതുപോലെ തന്നെ ബന്ധുക്കൾ ശത്രുക്കളാകുവാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം. കുടുംബത്തിൻ്റെ സ്ഥിതിയും ഭാഗ്യത്തിൽ കൂടി ഇവർക്ക് പ്രതീക്ഷിക്കാം. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല, 7-ൽ ശനി നിൽക്കുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മക്കളുടെ സ്ഥിതി മെച്ചമല്ല, മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ മോശമായ അനുഭവങ്ങളായി വന്നു ചേരാൻ, രോഗം, ശത്രുത, കടബാധ്യതകളാൽ ഇവർ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സ്ഥിതി അനുകൂലമാണ്. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്കുണ്ട്. സ്ത്രീകൾ മുഖേന ഭാഗ്യമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഇവർക്ക് കാര്യവിജയം ഒന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല. അവിടെയാണ് ഇവർക്ക് പ്രശ്നങ്ങൾ നേരിടുക. മൊത്തത്തിൽ നോക്കുമ്പോൾ നഷ്ടസാധ്യതകളാണ്. 7-ലെ ശനിയുടെ ദോഷമുള്ളവർക്ക് യാതൊരുവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേവതന്മാർ തിരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചപ്പെട്ട സ്ഥിതിയൊന്നും ഈ ജാതകർക്കുണ്ടാകണമെന്നില്ല. എങ്കിലും ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. രോഗം, ശത്രുത, കടബാധ്യത ഉള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെയൊക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മാതാപിതാക്കളുടെ സ്ഥിതി അവർക്ക് മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കാര്യവിജയം പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങൾ വ്യാഴാഴ്ച ദിവസം തുലാക്കൂറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് അറിയുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് അത്ര നല്ലതല്ല. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നൊരു സാഹചര്യമാണല്ലോ. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി അത്ര വലിയ മെച്ചമായ ഒരു അനുഭവത്തെ ഇവർക്ക് കൊടുക്കുന്നില്ല. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി ഇവർക്ക് ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മക്കളെ കൊണ്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. രോഗം, ശത്രുത, കടബാധ്യതകൾ, സമ്മിശ്രമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാം. മാതാപിതാക്കളുടെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി മോശവും മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുപോലെ തന്നെ ഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം ഉണ്ടാകുന്ന ഭാഗ്യത്തിൽ കൂടി ധനവും കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടു പോകാനും ഒക്കെ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് നിലവിൽ ഈ വ്യാഴാഴ്ച ദിവസം ഉള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാര്യവിജയം ഇവർക്ക് പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. 5-ൽ ശനി നിൽക്കുന്നതുകൊണ്ട് കാര്യതടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നഷ്ടസാധ്യതകളാണ് ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം ലാഭവും നഷ്ടവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരു സാഹചര്യമായിരിക്കും കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. 4-ലെ ശനി കണ്ടകശനിയായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും വന്നു ചേരത്തില്ല. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. വ്യാപാര വിജയമൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. ദാമ്പത്യ ജീവിതം തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു. മക്കളുടെ സ്ഥിതി മെച്ചപ്പെട്ടൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. രോഗം, ശത്രുത, കടബാധ്യതകൾ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടാൻ സാധ്യതയില്ല. മാതാപിതാക്കളുടെ സ്ഥിതി, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ഇവർക്ക്. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കണ്ടകശനി ഉണ്ടല്ലോ. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങൾ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല. കാര്യവിജയം ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അങ്ങനെ ജീവിതത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അല്പം നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ലാഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് വ്യാഴാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം ഇവർക്ക് തൃപ്തികരമല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ രോഗ, ദുഃഖ, ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. മക്കളുടെ സ്ഥിതി, പെൺമക്കളെക്കുറിച്ച് നല്ല അനുഭവങ്ങൾ, പെൺമക്കൾ മുഖേന നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. രോഗം, ശത്രുത, കടബാധ്യതകൾ, വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇവരെ അലട്ടുവാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും ചെറിയ രീതിയിലുള്ള ശത്രുതകളോ ഒക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ബന്ധുക്കൾ വിരോധികളായി തീരുവാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി അനുകൂലവും മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലവുമായ ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ അപകടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. 8-ൽ കേതു നിൽക്കുന്നു. ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. കാര്യവിജയം ഈ ജാതകർക്ക് ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ള. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമാണ്. പൊതുവെ നോക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങൾ
ഒക്കെ തന്നെയാണ് കൂടുതലായിട്ട് ഇവർക്ക് വ്യാഴാഴ്ച ദിവസം മകരക്കുറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കുറാണ്. കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ കുംഭക്കുറുകാർക്കുണ്ടാകണമെന്നില്ല. 7 ചൊവ്വ നിൽക്കുന്നൊരു സാഹചര്യമാണ്. എങ്കിലും തരക്കേടില്ലാതെ പോകുന്നു. ചൊവ്വയുടെ 11-ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും. മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുംഭക്കുറുകാർക്ക് പുത്രദുഃഖമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. 5-ലെ വ്യാഴം പുത്രദുഃഖത്തെ കൊടുക്കുന്നു. പെൺമക്കൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ല. ചിലരെ സംബന്ധിച്ച് ബന്ധുക്കൾ വിരോധികളായി തീരുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സ്ഥിതി നോക്കുമ്പോൾ പിതാവിൻ്റെയും മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ മുഖേന വലിയ നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നൊരു സാഹചര്യമാണ്. ഭാഗ്യം തുണയ്ക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാര്യവിജയം പ്രതീക്ഷിക്കുകയും അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കുറാണ്. മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം തരക്കേടില്ലാത്ത ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. പെൺമക്കൾ മുഖേന കാര്യവിജയമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. മക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പെൺമക്കൾ മുഖേന കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ രോഗം, ശത്രുത, കടബാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടത്തില്ല. എന്നാൽ ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പിതാവിന് വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കാം. മാതാപിതാക്കളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെ സ്ഥിതി അനുകൂലവും പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലവുമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെ തരക്കേടില്ലാത്ത നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. ഭാഗ്യമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാര്യവിജയം പെൺമക്കൾ മുഖേന, മാതാവ് മുഖേന, മക്കൾ മുഖേനയൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലാഭനഷ്ട സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും മീനക്കുറുകാർക്ക് വ്യാഴാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വ്യാഴാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്രപരമായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.